ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്രള്ളയുടെ മരുമകൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന NGO ആണ് ഈ വിവരം പുറത്തുവിട്ടത്. കഴിഞ്ഞയാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള കൊല്ലപ്പെടുന്നത്. ദമാസ്കസിലെ മസീദ് ജില്ലയിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിലാണ് ഹസൻ നസ്രള്ളയുടെ മരുമകൻ ഹസൻ ജാഫർ അൽഗാസിർ കൊല്ലപ്പെട്ടത്. 2 പേർ കൂടി കൊല്ലപ്പെട്ടതായാണ് വിവരം. ഹിസ്ബുള്ള ഭീകരരുമായി അടുത്ത ബന്ധമുള്ള ചില വൃത്തങ്ങളും ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിലെ ദഹീഹിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് 64-കാരനായ നസ്രുള്ളയെ വധിച്ചത്. അതേസമയം ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലബനനിലെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇറാനിൽ നിന്ന് വ്യോമാക്രമണം ഉണ്ടായതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയത്. അതേസമയം ഇസ്രായേലിൽ ചൊവ്വാഴ്ച രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ മധ്യപൂർവ്വദേശത്ത് സ്ഥിതി കൂടുതൽ വഷളാക്കവേ ലബനനിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും. മധ്യ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഏകദേശം 1.2 ദശലക്ഷം ലബനീസ് ജനങ്ങൾക്ക് വാസസ്ഥലം നഷ്ടപ്പെട്ടെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി പറഞ്ഞു. ഹിസ്ബുള്ളയെ നേരിടാൻ ലബനനിലേക്ക് കരമാർഗം നുഴഞ്ഞേറാൻ ശ്രമിക്കുന്നതിനിടെ 8 സൈനികരെ നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. അതിർത്തി പട്ടണമായ മറൂൺ അൽ റാസിന് സമീപം റോക്കറ്റുകൾ ഉപയോഗിച്ച് 3 ഇസ്രായേലി മർക്കാവ ടാങ്കുകളെ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. ആക്രമണത്തിനിടെ 8 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു. ലബനൻ യുദ്ധമുഖത്ത് കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആൾനാശമാണ് ഇത്. കൂടുതൽ സൈനികർ ലബനനിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ 24 ഗ്രാമങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. 2006 ശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും നേർക്കുനേർ വെടിയുതിർക്കുന്നത്. ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ താക്കീത് നൽകി. സംഘർഷം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രാജ്യത്ത് പ്രവേശിക്കുന്നത് ഇസ്രായേൽ വിലക്കി. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ വ്യക്തമായി അപലപിച്ചില്ലെന്നും പക്ഷപാതം കാട്ടിയെന്നും ആരോപിച്ചാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇറാൻ ആക്രമണത്തെ താൻ വീണ്ടും ശക്തമായി അപലപിക്കുകയാണെന്ന് UN രക്ഷാസമിതി യോഗത്തിന് ശേഷം ഗുട്ടറസ് പറഞ്ഞു. അതിനിടെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും അവിടേക്ക് അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗൾഫ് രാജ്യങ്ങളിലടക്കം മധ്യപൂർവ്വദേശത്ത് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.